വിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി വി ശിവൻകുട്ടി. നാക്കെടുത്താൽ കള്ളത്തരം പറയുന്നവനാണ് സുരേഷ് ഗോപി. കുടുംബത്തെ കൊണ്ടുപോലും കള്ളവോട്ട് ചെയ്യിപ്പിച്ചയാളാണ്. കേന്ദ്രമന്ത്രിയായി ഇത്രയും ദിവസമായിട്ടും നാടിന് മുട്ടുസൂചിയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നും ശിവൻകുട്ടി ചോദിച്ചു. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, അദ്ദേഹം അത് പറയും. ഇപ്പൊ അയാള് നാക്കെടുത്ത കള്ളത്തരം പറയുന്ന ഈ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിലൊരു കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പൊ കള്ളവോട്ടിന്റെ ആളാണ് ഇയാൾ. കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്രമന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ. ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത് ഒരു മുട്ടുസൂചിന്റെ പ്രയോജനമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാ? വായിത്തോന്നിനെല്ലാം വിളിച്ചോറിഞ്ഞു നടക്കെ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരത്തിൽ ആക്ഷേപിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. വട്ടവടയിൽ നടന്ന കലുങ്ക് സംഗമത്തിൽ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി വേണമെന്ന ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി. എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, സുരേഷ് ഗോപി ചോദിച്ചു വാങ്ങിയതാണ്. വിദ്യാഭ്യാസ മന്ത്രി ആ തരത്തിൽ കണക്കിന് മറുപടി നൽകി. മാത്രമല്ല, അദ്ദേഹം ആ പ്രതികരണത്തിൽ വോട്ടുകളെ പറ്റി, കള്ളവോട്ടിനെ കുറിച്ച് പോലും പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം? തന്നെ തീർച്ചയായും ചോദിച്ചു വാങ്ങി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വട്ടവടയിലെ കലുങ്ക് സംവാദത്തിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്ന തരത്തിലുള്ള പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് അല്പം മുമ്പ് കായിക മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത്. തന്നെ ഉദ്ദേശിച്ചാവില്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനെ ഉദ്ദേശിച്ചായിരിക്കും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നുള്ള പരിഹാസമാണ് നടത്തിയത്. ഒപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന ആളാണ് സുരേഷ് ഗോപി. കള്ളവോട്ട് കൂടി ഉള്ള വിഷയങ്ങൾ കൂടി ഉയർത്തിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് നാക്കെടുത്താൽ കള്ളവും വായു തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാൻ വേണ്ടി മാത്രവും ഉള്ള ആളാണ് സുരേഷ് ഗോപി. ഇയാൾ കേന്ദ്രമന്ത്രിയായി ജയിച്ച് പോയിട്ട് കേന്ദ്രമന്ത്രിയായപ്പോൾ നാടിന് എന്ത് ഉപകാരമാണ് ചെയ്തതെന്ന ചോദ്യവും വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് ഈ ടാക്സ് വെട്ടിച്ച ആളല്ല താൻ, ഏതെങ്കിലും തരത്തിൽ കള്ളവോട്ട് ചേർത്ത് മന്ത്രിയായ ആളല്ല താൻ എന്നുള്ള പരാമർശം ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. കുടുംബത്തിലുള്ള ആളുകളെ പോലും കൊണ്ട് കള്ളവോട്ട് ചെയ്യിപ്പിച്ചു എന്ന തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കലിംഗ് സംവാദത്തിൽ പങ്കെടുത്ത് നിവേദനം കൈപ്പറ്റുകയും അതിനുശേഷം കർച്ചീഫ് എടുത്ത് കൈ തുടക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു മാനസിക അവസ്ഥയുള്ള ആളാണ് സുരേഷ് ഗോപി എന്നുള്ള രൂക്ഷ വിമർശനമാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തുന്നത്. നേരത്തെയും പലതരത്തിലുള്ള സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശങ്ങളിലും ഒപ്പം തന്നെ ഇത്തരം വിവാദ നടപടികളിലുമൊക്കെ രൂക്ഷമായ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനവസാനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ പരിഹസിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ രൂക്ഷ മറുപടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.